ഇപ്പോൾ നടന്ന ആ ഒരു വഴക്ക്, അതായത് സിബിനും ജാസ്മിനുമായിട്ട് നടന്ന ആ ഒരു വഴക്ക്, അതിൽ 100% തെറ്റ് ജാസ്മിൻ്റെതാണ് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. 100% തെറ്റൊന്നും ജാസ്മിൻ്റെ കയ്യിലില്ല, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതിൽ കുറേ കൂടെ തെറ്റ് കൂടുതലുള്ളത് സിബിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അതായത് ആ ഒരു പ്രശ്നത്തിനിടയ്ക്ക് ഈ ഒരു നമ്മുടെ ജാനുവിന് വന്ന് ആ ഒരു കാര്യം പറയുകയും അത് ആരാണെന്ന് പറയണം എന്ന് നോറയും ജാസ്മിനും ഒക്കെ പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുകയും ചെയ്തപ്പോൾ അത് രമ്യത്തിലാക്കാൻ വേണ്ടി റസ്മിൻ ശ്രമിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ സിബിൻ സംസാരിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് വേസ്റ്റ് സംസാരിക്കുന്നുവെന്ന്. അത് പറഞ്ഞ തെറ്റ് തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതിലും വലിയ വാക്കുകൾ വലിയ പുച്ഛത്തോടെ തന്നെ സിബിൻ ജാസ്മിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ ആ പറഞ്ഞത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലും പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ സിബിൻ കാണിച്ച ആ ഒരു ആക്ട്, അപ്പോൾ പലരും പറയുന്നത് നമ്മുടെ ജാസ്മിൻ തെറി വിളിച്ചിട്ടില്ലെന്ന്. ജാസ്മിൻ തെറി വിളിച്ചിട്ടുണ്ട്, ലാലേട്ട പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യമേ ഞാനും പറയുന്നുള്ളൂ. ഈ ഒരു കാര്യം ചോദിക്കപ്പോൾ തന്നെ വേണം. സിബിൻ കാണിച്ച് തെറ്റ് ലാലേട്ട ചോദിക്കണം. അതിനോടൊപ്പം തന്നെ എന്താണ് സിബിൻ എന്നത് കൂടെ പുറത്തേക്ക് വന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സിബിൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഞാൻ ആരെ ചീത്ത വിളിക്കാറില്ല, ഞാൻ ആരുടെ മോശമായി ഒന്നും പറയാറില്ല, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് സ്വയം പൊക്കിക്കൊണ്ട് വന്ന ഒരാൾ തന്നെയല്ലേ സിബിൻ. അത് അവിടെ തച്ചുടഞ്ഞെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ജാസ്മിൻ മിസ്റ്റർ ക്ലീൻ ആണെന്നും സിബിനാണ് എല്ലാ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ കൂടെ കൂടുതലായിട്ട് തെറ്റ് ചെയ്യുന്നത് സിബിൻ തന്നെയാണ്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സിബിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആ വീട്ടിൽ തെറ്റ് ചെയ്യുന്നത്. മറ്റ് പലരുടെയും തെറ്റുകൾ ജാസ്മിൻ ഗബ്രിയുടെ തെറ്റുകൾ ഒഴിച്ച് മറ്റ് പലരുടെയും തെറ്റുകൾ അവിടെ മൂടി വെക്കുന്നതും സിബിൻ തന്നെയാണ്. ജാസ്മിൻ പല കാര്യങ്ങളും പറയുമ്പോഴും വളരെയധികം പുച്ഛത്തോടെയും ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ് താനെന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സിബിൻ. ആ ഒരു സിബിനെടുത്ത് വേസ്റ്റ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത്രയേറെ പ്രൊവോക്കായി സംസാരിക്കേണ്ട യാതൊരു ആവശ്യം അവിടെ ഉണ്ടായില്ല. എന്തായാലും ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും സിബിൻ്റെ ഓരോ സ്വഭാവങ്ങൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. ഈ അണിഞ്ഞിരിക്കുന്ന ഫേക്ക് മുഖം മൂടി അഴിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. മാന്യതയുടെ മുഖം മൂടി താഴേക്ക് വീണാൽ അധിക സമയമൊന്നുമില്ല. കാര്യം സിബിൻ്റെ ഗെയിം പോകുന്ന പോക്ക് ആ രീതിയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജാസ്മിനോട് സിബിൻ കാണിച്ച പോലെ തന്നെ കൂട്ടത്തോടെ 1-2 പേരെങ്കിലും ചേർന്ന് സിബിനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് പിടിച്ചു നിൽക്കാനുള്ള ശക്തി സിബിനില്ല. സിബിൻ ഒന്നെങ്കിൽ ഇതുപോലെ മോശം വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് ഫിസിക്കൽ അസോൾട്ട് ചെയ്യാനോ സാധ്യതയുണ്ട്. അതുപോലത്തെ അത്രയ്ക്ക് പ്രൊവോക്കാവുന്നൊരു വ്യക്തി തന്നെയാണ് സിബിനും. എന്തായാലും ബേബി ഹൗസിൽ സംഘർഷങ്ങൾ കൂടി വരികയാണ്. ഓരോരുത്തരുടെ മാന്യതയുടെ മുഖംമൂടികൾ താഴേക്ക് ഉടഞ്ഞുടഞ്ഞ് വീണുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സിബിൻ റിയൽ ആണോ ഫേക്ക് ആണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.